കുറവാ, വളരെ റെയറാ. ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഉള്ളൂ. ഇവിടെ ഏതൊരു ചെറിയൊരു കാപ്പി ഓർഡർ ആണെങ്കിൽ വരെ ടിപ്പിംഗ് ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ നാട്ടില് ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ്സിൽ നമ്മൾ പോയാല് നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാല് ആ ഒരു ബില്ല് കൊണ്ടുവരുന്ന അതില് ചിലപ്പോ ഒരു സന്തോഷത്തിന് ഒരു 50 rupees എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ പോകും. പക്ഷെ ബാക്കിയുള്ളപ്പോ ഒരു തട്ടുകടയിൽ പോയിട്ട് നമ്മൾ ടിപ്പ് കൊടുക്കാൻ വന്നാല് അയാൾ നമ്മളോട് ദേഷ്യപ്പെടും. കാരണം ഒരു ഇൻസൾട്ട് ആയിട്ടാണ്. അതായത് കാരണം വെച്ചാൽ ഒരു 10 rupeeന്റെ ചായ നമ്മൾ കുടിച്ച്, പക്ഷെ നമ്മൾ ഇവർക്ക് 15 rupees കൊടുത്താല് ലൈക്ക് അത് ഇന്നൊരു ഇൻസൾട്ട് ചെയ്യുന്ന രീതി എന്നുള്ള രീതിയിലാണ് നമ്മളെ നാട്ടില് പൊതുവെ. അപ്പൊ ഇന്ത്യൻസ് എത്ര ഫുഡ് ഓർഡർ ചെയ്താലും, ഞാൻ എല്ലാ ഇന്ത്യൻസും നല്ല പറയണേ, പക്ഷെ ഒരു 99% വരുന്ന കസ്റ്റമേഴ്സും ഇവര് ടിപ്പ് ചെയ്യില്ല. അത് ഞാൻ പറയും, ചില ഇന്ത്യൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അങ്ങ് പറയാനൊന്നും അറിയില്ല, പക്ഷെ അവർക്ക് ക്രെഡിറ്റ് കാർഡ് മെഷീൻ ആണ് കൊടുത്താല് ആ നോ ടിപ്പ് എവിടെയുള്ളത് അവരെ വിരൽ അങ്ങനെ മാഗ്നറ്റ് പോലെ അങ്ങ് പോയിട്ട് ഇവര് നിൽക്കും. പക്ഷെ ലാറ്റിൻ ആൾക്കാര് ഭയങ്കര അധികം ടിപ്പ് വരും. അതില് ഇവർ അടിപൊളി, അവർ നല്ലോണം ടിപ്പ് വരും. ഞാൻ ഇവിടെ കാനഡയിലേക്ക് വന്നപ്പോ എന്റെ ഒരു ഗാർഡിയൻ എന്നൊക്കെയുള്ള പോലെ ഞാൻ പരിചയപ്പെട്ടത് എന്നെക്കാളും പ്രായത്തിന് 9 വയസ്സ് മൂത്തതായ എമിൽപ്പയായിരുന്നു. എമിൽപ്പാണ് എന്നെ ആദ്യം പറഞ്ഞപ്പോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോ ടിപ്പ് കൊടുത്തിട്ട് എമിൽപ്പ എന്നോട് പറഞ്ഞേ, ടിപ്പ് അവരുടെ അവകാശമാണ്, അത് നീ കൊടുക്കണം. ഇപ്പൊ $1 $1 നീ ടിപ്പ് കൊടുക്കണം. നിനക്ക് ആ $1 കൊണ്ട് നിന്റെ ജീവിതം ഒന്നും മറിയാനൊന്നും പോകുന്നില്ല. അപ്പൊ ജസ്റ്റ് ആ $1 കൊടുത്തോ. ഇനി നീ ഫ്യൂച്ചറിൽ ഒരു ജോബ് വർക്ക് ചെയ്യുമ്പോ നിനക്കും ടിപ്പ് കിട്ടും. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെയാണ്. ഞാന് കാനഡയിലെത്തി ഫസ്റ്റ് 4 months ഞാൻ ജോബ്ലെസ് ആയിരുന്നു. ഫസ്റ്റ് 4 months ഞാൻ ടിപ്പ് ഒന്നും കൊടുത്തില്ല. കാരണം എന്റെ ഒരു സാഹചര്യം എനിക്കറിയില്ല ടിപ്പ് തന്നില്ലെങ്കിലായിരുന്നു. പക്ഷെ ജോലി ആയത് കഴിഞ്ഞ മുതല് ഞാന് $1 എന്നുള്ള രീതിയില് ടിപ്പിംഗ് കൾച്ചർ അങ്ങ് പ്രാക്ടീസ് ചെയ്യും. അതെ, ഞാന് കാനഡയിൽ വന്നിട്ട് 100% ഞാന് എന്റെ എല്ലാ ട്രാൻസാക്ഷനിലും ടിപ്പിന് ഓപ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഭയങ്കര എമൗണ്ട് കൊടുത്തിട്ട് 20% ടിപ്പ് കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത്. ചെറിയ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അറ്റ് ദ സെയിം ടൈം മറ്റേ കുറെ വീഡിയോസ് ഉണ്ട്, പ്രത്യേകിച്ച് കനേഡിയൻ ബേസ്ഡ് വീഡിയോസ് ഉണ്ട്. അതായത് ഈ ആൾക്കാർ ഊബറിലൊക്കെ എന്തെങ്കിലും ഡെലിവറി ചെയ്യുമ്പോൾ, അതായത് ടിപ്പിംഗ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി നമ്മുടെ ചോയ്സ് ആണ്. അപ്പം ചില ആൾക്കാര് 5% ടിപ്പ് കൊടുക്കും, ചില ആൾക്കാർ 10 കൊടുക്കും, ചില ആൾക്കാർ $1 കൊടുക്കും, അങ്ങനെയൊക്കെ. അതില് ഒരു വീഡിയോ ഉണ്ട്, അതായത് എന്തോ സാധനം ഡെലിവേർഡ് ആയി, ഊബർ ആണ് എന്താ അറിയില്ല, ആമസോൺ അങ്ങനെ എന്തോന്ന്, അതില് ഈ പെണ്ണ് ടിപ്പ് കൊടുത്തത് 5%. എന്നിട്ട് ഈ ഡ്രൈവർ ദേഷ്യപ്പെട്ടിട്ട് മിനിമം ഒരു 10 കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകില്ല, അതിന്റെ അവകാശമാണ്, അങ്ങനെ കമന്റ്സ് ഒക്കെ നോക്കുമ്പോ എല്ലാരും തന്നെ ടിപ്പ് പറഞ്ഞൊരു ചോയ്സ് ആണ്, നിങ്ങളെ അവകാശമുള്ള നിങ്ങളുടെ സാലറി ആണ്, അല്ലാതെ ടിപ്പിലല്ല നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാണ്ട്. അതെ, അപ്പൊ എന്താ നമ്മള് ടിപ്പ് കൊടുക്കാന്നുള്ളൊരു നല്ല ശീലം നമ്മൾ പ്രാക്ടീസ് ചെയ്യാം, അങ്ങനെ പറയുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്.